ഇന്ത്യയുടെ ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾ അതിന്റെ എസ്ഐസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട ചില എസ്ഐസ് 2021 വന്നിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ, അതായത് 22nd ക്വസ്റ്റ്യൻ ആണല്ലോ എസ്ഐ ആയിട്ട് വരിക. ഇങ്ങനെയാണ്: എക്സാമിൻ ദ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ ന്യൂ ആർക്കിയോളജിസ്റ്റ് ഡ്യൂറിംഗ് ദ 1960s ആൻഡ് ഹൗ ഡിഡ് ദേ മീറ്റ് ദ സിവിയർ ക്രിറ്റിസിസം ഡ്യൂറിംഗ് 1970s. 1960കളിൽ വന്ന പുതുതലമുറ ആർക്കിയോളജിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ച സൈദ്ധാന്തികമായ ഒരു ചട്ടക്കൂടുണ്ട്, ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട്. പക്ഷെ പിന്നീട് 1970കളിൽ അവർ വലിയ വിമർശനത്തിന് കേൾക്കേണ്ടി വരികയും ചെയ്തു, ഇടയാവുകയും ചെയ്തു. ഇതെങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ആണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുകയാണ്. The 1960s saw the emergence of a new theoretical framework in archaeology. 1960കൾ ആർക്കിയോളജിയിൽ ഒരു പുതിയ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടായി വന്ന് എമർജ് ചെയ്തു വരുന്ന കാഴ്ച കാണുകയാണ്. എന്താണ് അതിന്റെ പേര്? ന്യൂ ആർക്കിയോളജി അല്ലെങ്കിൽ പ്രോസസ്വൽ ആർക്കിയോളജി എന്നൊക്കെയാണ് അതിന് പേര് പറയുക. നോൺ ആസ് ന്യൂ ആർക്കിയോളജി ഓർ പ്രോസസ്വൽ ആർക്കിയോളജി. ഇതൊരു മൂവ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ദിസ് മൂവ്മെന്റ് sought to transform the field of archaeology by introducing a more scientific and systematic approach to understanding the past. ഭൂതകാലത്തെ നന്നായി മനസ്സിലാക്കുന്നതിന് കൂടുതൽ സയന്റിഫിക്കും കൂടുതൽ സിസ്റ്റമാറ്റിക്കുമായ ഒരു സമീപനം ആർക്കിയോളജിയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു ഇത്. ഈ ന്യൂ ആർക്കിയോളജി എന്ന് പറയുന്ന ആശയം 1960കളിലാണ് ഈ ന്യൂ ആർക്കിയോളജി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ന്യൂ ആർക്കിയോളജി എന്ന് വന്നാൽ നമ്മൾ ഇത് തന്നെ എഴുതണം. The new archaeologists aimed to explain cultural changes and developments through a more rigorous and empirical methodology. ഈ സാംസ്കാരികപരമായ മാറ്റങ്ങൾ പുതിയ തലമുറ ആർക്കിയോളജിസ്റ്റുകൾ എങ്ങനെ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മാറ്റങ്ങളും വികാസങ്ങളും കുറച്ചും കൂടി ശക്തമായിട്ട് കൂടുതൽ അനുഭവാസ്പദമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിശദീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനി തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് അവർ കൊണ്ടുവന്നത് എന്താണ്? ന്യൂ ആർക്കിയോളജിക്കാർ കൊണ്ടുവന്ന, പുതുതായി കൊണ്ടുവന്ന ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ആർക്കിയോളജി എന്ന് പറയുന്നതിൽ. ന്യൂ ആർക്കിയോളജി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെവറൽ കീ ഫീച്ചേഴ്സ്. ഈ ന്യൂ ആർക്കിയോളജിക്ക് പല മുഖ്യ സവിശേഷതകളും ഉണ്ടായിരുന്നു. ഒന്ന്, അത് അവർ കൊണ്ടുവന്നത് ഒരു തരം സയന്റിഫിക് അപ്രോച്ചിന് വലിയ പ്രാധാന്യം കൊടുത്തു. ശാസ്ത്രീയമായ സമീപനത്തിന് പുതിയ പ്രാധാന്യം. കാരണം പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നു. അതായത് വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനൊക്കെ പഴയ കാലത്ത് ആശ്രയിച്ചത് കാർബൺ ഡേറ്റിംഗ് സമ്പ്രദായം അല്ലാതെയും വേറെയും കുറെ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു. അപ്പോൾ ന്യൂ ആർക്കിയോളജിസ്റ്റ് എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ ആർക്കിയോളജിക്കൽ റിസർച്ച്. ആർക്കിയോളജിക്കൽ റിസർച്ചിൽ എപ്പോഴും ശാസ്ത്രീയമായ റിസർച്ചിനും സങ്കേതങ്ങൾക്കും ടെക്നിക്സിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന് അവർ ഊന്നി പറഞ്ഞു. 2, പ്രൊസസ്വാലിസമാണ്. എന്താണ് പ്രൊസസ്വാലിസം എന്ന് പറയുന്നത്? ദേ ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ് ദാറ്റ് ഷേപ്ഡ് ഹ്യൂമൻ കൾച്ചേഴ്സ്. അതായത് മാനവ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയ ആ ഒരു കാലചക്രങ്ങൾക്കിടയിൽ പ്രക്രിയ ഉണ്ടല്ലോ, ആ രൂപപ്പെടൽ പ്രക്രിയ, ആ പ്രക്രിയയിലാണ് അവർ ഫോക്കസ് ചെയ്തത്. അതെന്തൊക്കെയാണ്? മനുഷ്യ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയ ആ ഒരു പ്രക്രിയകളുടെ കൂട്ടത്തില് പരിസ്ഥിതി ഘടകങ്ങൾ വരും, സാങ്കേതികപരമായ പുതിയ കണ്ടെത്തലുകൾ വരും. തീയുടെ കണ്ടുപിടുത്തവും ചക്രത്തിന്റെ കണ്ടുപിടുത്തവും ഒക്കെ ടെക്നോളജി തന്നെയാണ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. അതൊക്കെ മാനവ സംസ്കാരത്തിലും പല കൾച്ചറുകളിലും ഒക്കെ പുതിയ ചേഞ്ചസ് വരുത്തുകയുണ്ടായി. ദെൻ ഒടുവില് ഏറ്റവും അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന AI സാങ്കേതിക വിദ്യയിലാണ് മാനവ സംസ്കാരം എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനിടയിൽ മനുഷ്യ സംസ്കാരങ്ങൾ ഷേപ്പ് ചെയ്യപ്പെടുകയായിരുന്നു. ഇതാണ് ഈ പ്രോസസ്സിലൂടെ മനുഷ്യ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്ന ആശയമാണ് പ്രൊസസ്വാലിസം എന്ന് പറയുന്നത്. എന്താണ് പ്രൊസസ്വാലിസം എന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് പറയാവുന്നതാണ്. അപ്പൊ അതേക്കുറിച്ച് പഠിക്കുന്നതിൽ ഈ 1960കളിലെ ആർക്കിയോളജിസ്റ്റുകൾ കൂടുതൽ ശ്രദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായിട്ട് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് എക്സ്കവേഷൻ. ശാസ്ത്രീയതയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തു എന്ന് പറയുമ്പോൾ ചിട്ടയോടുകൂടിയ സാമ്പിളിംഗ് രീതിയും ഉദ്ഖനനം, മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിനാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഉദ്ഖനന പ്രവർത്തനത്തിനും അവർ പ്രാധാന്യം കൂടുതൽ കൊടുത്തു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാമ്പിളിങ്ങിനും അതുപോലെ തന്നെ എക്സ്കവേഷനും ന്യൂ ആർക്കിയോളജിസ്റ്റുകൾ പ്രാധാന്യം കൂടുതൽ കൊടുത്തു. ഒപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും അവർ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അളവുപരമായ പരിശോധനയും വിശകലനവുമാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They made use of statistical and quantitative methods to analyze
ഡാറ്റയെ അനലൈസ് ചെയ്യാൻ സ്ഥിതിവിവര കണക്കുകളുടെയും മറ്റ് ഗണിതശാസ്ത്രത്തിന്റെയും ക്വാണ്ടിറ്റി അഥവാ സംഖ്യകളെ പഠിച്ച് ഒരു സങ്കല്പ സിദ്ധാന്തമോ അല്ലെങ്കിൽ തിയറിയുടെ ബേസോ ഉണ്ടാക്കുന്ന രീതി അവർ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ, പക്ഷെ ഇവർ വിമർശനങ്ങൾ കേട്ടു, ക്രിറ്റിസിസംസും ഉണ്ടായി. സ്വാഭാവികമായും പുതിയതായി എന്ത് വന്നാലും വിമർശനം ഉണ്ടാകും. ആ വിമർശനങ്ങൾ ഇങ്ങനെയായിരുന്നു: ഡെസ്പൈറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ എന്തൂസിയാസം, ആ തുടക്കത്തിലുള്ള ഉത്സാഹമല്ലാതെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ന്യൂ ആർക്കിയോളജിസ്റ്റ് ഫേസ്ഡ് സിവിയർ ക്രിറ്റിസിസം. പുതിയ ആർക്കിയോളജിസ്റ്റുകൾ 1970-കളില് കർശനമായ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സം ഓഫ് ദ കീ ക്രിറ്റിസിസംസ് ഇൻക്ലൂഡ്, അവർ നേരിട്ട ആ മുഖ്യ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓവർ എംഫസൈസ് ഓർ ഗിവൺ ഓൺ സയൻസ്, ശാസ്ത്രത്തിന് അവർ കൊടുത്ത അമിതമായ ഊന്നലാണ് അവർ നേരിട്ട വിമർശനങ്ങളിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. Critics argue that the new archaeology prioritized scientific methods over historical and cultural context. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനേക്കാളും കൾച്ചറൽ കോണ്ടെക്സ്റ്റിനേക്കാളും അവർ പ്രയോറിറ്റൈസ് ചെയ്തത് എന്താണ്? സയന്റിഫിക് മെത്തേഡുകളെയാണ്, ശാസ്ത്രീയമായ രീതികളെയാണ്. ലാക്ക് ഓഫ് അറ്റൻഷൻ ആണ് രണ്ടാമത്തെ കാര്യം. എന്തിന്? ടു മീനിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതിന്റെ മീനിങ്ങിലും വ്യാഖ്യാനത്തിലും അറ്റൻഷൻ ഇല്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അതിന്റെ വ്യാഖ്യാനം അതിലേക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു. ദ ഫോക്കസ് ഓൺ പ്രൊസഷ്വാലിസത്തിലേക്ക് കൂടുതൽ അമിത ആഭിമുഖ്യമോ ശ്രദ്ധയോ നൽകിയപ്പോൾ, ശാസ്ത്രീയമായ രീതികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ എന്തുപറ്റി? പണ്ടുകാലത്ത് അർത്ഥം എന്താണ്, അതിന്റെ വ്യാഖ്യാനം, ആർക്കിയോളജിക്കൽ ഡാറ്റയുടെ അർത്ഥവ്യാഖ്യാനം പോലുള്ള കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യപ്പെട്ടു. അതാണ് വേറൊരു പ്രശ്നം. 3, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാമൂഹ്യ ഘടകങ്ങൾ, സാംസ്കാരികമായ ഘടകങ്ങൾ, അതിനെയൊക്കെ വേണ്ട പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ അഥവാ ശ്രദ്ധ നൽകിയില്ല എന്ന വിമർശനവും അവർക്ക് നേരിടേണ്ടതായി വന്നു എന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ആർക്കിയോളജിസ്റ്റ് were criticized over overlooking the importance of social and cultural factors in shaping human behavior? മാനവ സംസ്കാരത്തിന്റെയും മനുഷ്യന്റെ പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്നതിൽ എപ്പോഴും സാമൂഹിക ഘടകങ്ങൾക്കും സോഷ്യൽ ഫാക്ടേഴ്സിനും ഒപ്പം തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സിനും വലിയ പ്രാധാന്യമുണ്ട്. അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു, അതിനെ ഓവർലുക്ക് ചെയ്തു എന്ന വിമർശനമാണ് 1960-കളിലെ ആ സയന്റിസ്റ്റുമാർക്ക് 70-കളായപ്പോൾ, ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നേരിടേണ്ടി വന്നു. 4-ാമത്തെ ഇതെന്ന് പറയുന്നത് മെത്തഡോളജിക്കൽ റിജിഡിറ്റിയാണ്. അവരുടെ ആ രീതിശാസ്ത്രപരമായ കാർക്കശ്യം അവർ പുലർത്തി. ഈ രീതിയിൽ ഇങ്ങനെ തന്നെ പറ്റൂ എന്നുള്ള രീതിയിലുള്ള കർക്കശ സ്വഭാവം അവരുടെ. എംഫസൈസ് ഓൺ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് ആയ സാമ്പിളിംഗ് രീതിക്ക് കൊടുത്ത ഊന്നല്, ആൻഡ് എക്സ്കവേഷൻ, അതുപോലെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് കൊടുത്ത ഊന്നല് വാസ് സീൻ ആസ് ടു റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ. അത് അമിതമായിട്ടുള്ള കർക്കശ സ്വഭാവമുള്ളതായിരുന്നു, ഒരല്പം പോലും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, അയവില്ലാത്ത ഒന്നായിരുന്നു. ഇതൊക്കെയാണ് അവർക്ക് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ. ഇനി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എസ്സേ കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായി. ദ ന്യൂ ആർക്കിയോളജിസ്റ്റ് വാസ് എ സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിയോളജി. ആർക്കിയോളജിയുടെ മേഖലയിൽ ഈ നവ ആർക്കിയോളജികളും നവ ആർക്കിയോളജിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളും എന്തായാലും ഒരു പ്രത്യേകമായി എടുത്തു പറയത്തക്കതാണ്. ഒരു പുതിയ നീക്കമായിരുന്നു, മൂവ്മെന്റ് ആയിരുന്നു. ഇൻട്രൊഡ്യൂസിങ് എ മോർ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ്. ഭൂതകാലത്തെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കുമായ ഒരു സമീപനമായിരുന്നു. പക്ഷേ however ഇറ്റ് ഫേസ് സിവിയർ ക്രിറ്റിസിസം. അത് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഡ്യൂറിങ് ദ 1970s, 1970-കളില്, വിത്ത് ക്രിട്ടിക്സ് ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് പ്രയോറിറ്റൈസ്ഡ്. കാരണം വിമർശകന്മാർ വാദിക്കുന്നതാണ്, അത് പ്രാധാന്യം കൊടുത്തത് സയൻസിനാണ്. ഇറ്റ് പ്രയോറിറ്റൈസ്ഡ് സയൻസ് ഓവർ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ചരിത്രപരമായ സന്ദർഭത്തിനും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ സാംസ്കാരികപരമായ സന്ദർഭങ്ങൾക്കൊക്കെ അവഗണന കൊടുത്തുകൊണ്ടാണ് ഈ ശാസ്ത്രീയതയ്ക്ക് അതുപോലെ തന്നെ പ്രോസസ്സിനും ഒക്കെ അവർ അമിത പ്രാധാന്യം കൊടുത്തത്. ഡെസ്പൈറ്റ് ദീസ് ക്രിറ്റിസിസംസ്, ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ദ ന്യൂ ആർക്കിയോളജി ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ സബ്സിക്വന്റ് തിയറിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻ ആർക്കിയോളജി. ഈ നവ ആർക്കിയോളജി ഒരു ഗ്രൗണ്ട് വർക്ക് നൽകുകയായിരുന്നു തുടർന്നിങ്ങോട്ട് വന്ന തിയറിറ്റിക്കൽ ആർക്കിയോളജി എന്ന ശാസ്ത്രത്തിന്റെ, പുരാവസ്തു ഗവേഷണം എന്ന ശാസ്ത്രത്തിന്റെ സൈദ്ധാന്തികമായ വികാസത്തിന് തുടർന്നിങ്ങോട്ട് നല്ല ശക്തമായ അടിത്തറ ഒരുക്കുകയായിരുന്നു. ഇൻക്ലൂഡിങ് പോസ്റ്റ് പ്രോസസ്വൽ ആർക്കിയോളജി ആൻഡ് ഇന്റർപ്രറ്റീവ് ആർക്കിയോളജി. പോസ്റ്റ് പ്രോസസ്വൽ ആർക്കിയോളജിയും ഇന്റർപ്രറ്റീവ് ആർക്കിയോളജിയും അടക്കം
ടുഡേ ഇന്ന് ആർക്കിയോളജിസ്റ്റ് കണ്ടിന്യൂ ടു ഗ്രാപ്പിൾ വിത്ത് ദ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രസന്റഡ് ബൈ ദ ന്യൂ ആർക്കിയോളജി. നവ ആർക്കിയോളജിസ്റ്റുകൾ കൊണ്ടുവന്ന പുതിയ അവസരങ്ങളും ഒപ്പം തന്നെ വെല്ലുവിളികളോടും പൊരുത്തപ്പെടാനും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ് ഇന്നത്തെ ആർക്കിയോളജിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സീക്കിംഗ് ടു ബാലൻസ് സയന്റിഫിക് റിഗർ. ഒരു വശത്ത് ശാസ്ത്രീയത എന്ന് പറയുന്ന ആ ഒരു തീക്ഷ്ണത നിലനിർത്തണം, അതാണ് സയന്റിഫിക് റിഗർ നിലനിർത്തണം, വിത്ത് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. എന്നാൽ ഹ്യൂമൻ കൾച്ചറിനെ പൂർണ്ണമായി വിട്ടുകളയുന്നത് ശരിയല്ല. ഹ്യൂമൻ കൾച്ചറിനെയും ഹ്യൂമൻ ഹിസ്റ്ററിയെയും നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ശാസ്ത്രീയതയാണ് വേണ്ടത്. ഒന്ന് ശരിയാക്കി വരുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുത്തരുത്. സയന്റിഫിക് റിജിഡിറ്റി വന്നു, മെഷർമെന്റ് കൊണ്ടുവന്നു, ഇതൊക്കെ കൊള്ളാം, നല്ലത് തന്നെ. പ്രോസസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തു, കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ മറുവശത്ത് അതിന്റെ മീനിങ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കല്, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കല്, ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തി കുറച്ചു കളഞ്ഞു എന്നുള്ളതാണ് വിമർശനമാണ് ഈ നവ ആർക്കിയോളജിസ്റ്റുകൾ നേരിട്ടത്. അടുത്ത ചോദ്യം 23-ാമത്തേത് മറ്റൊരു എസ്സേയാണ്. ഡിസ്ക്രൈബ് ദ അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് ഇൻ ആർക്കിയോളജി ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് മെത്തേഡ്. അതായത് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, അതേക്കുറിച്ച് വിവരിക്കുക. ഒപ്പം തന്നെ ഓരോ രീതിയുടെയും പ്രത്യേകതകൾ, പ്രാധാന്യം എന്താണെന്ന് വിശദമാക്കുക. അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് ഇൻ ആർക്കിയോളജി ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് ഏജ് ഓഫ് ദ സൈറ്റ് ഓർ ആർട്ടിഫാക്ട്. ഒരു ആർട്ടിഫാക്റ്റിന്റെ എന്താണ് ആർട്ടിഫാക്ട്? പുരാതന കാലത്തെ പുരാതന മനുഷ്യൻ ഉപയോഗിച്ച, അവരിൽ ഉണ്ടാക്കിയ ഒരു കരകൗശല വസ്തു, അല്ലെങ്കിൽ ഒരു പണിയായുധം, ഒരു ഉപകരണം, കളിപ്പാട്ടം, എന്തുമാവട്ടെ, അതിന്റെ അങ്ങനെ ഒരു വസ്തു മണ്ണിനടിയിൽ നിന്ന് എക്സ്കവേഷൻ ആക്ടിവിറ്റിക്ക് ഇടയിൽ, ഉദ്ഖനന പ്രവർത്തനങ്ങൾക്കിടയിൽ കിട്ടിയാൽ അത് എത്ര കാലപ്പഴക്കമുള്ളതാണ്, അതിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുക, ഡിറ്റർമൈൻ ചെയ്യുക എന്നത് ഒരു അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിന്റെ ഒരു രീതിയാണ്. ദീസ് മെത്തേഡ്സ് ആർ ക്രൂഷ്യൽ. ഈ രീതികൾ നിർണായകമാണ് ഇൻ റീകൺസ്ട്രക്ടിങ് ദ പാസ്റ്റ്. ഭൂതകാലത്തെ പുനർനിശ്ചയിക്കുന്നതിൽ പ്രധാനമാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്രോണോളജി ഓഫ് ഹ്യൂമൻ കൾച്ചേഴ്സ്. അതുപോലെ തന്നെ മാനവ സംസ്കാരത്തിന്റെ ക്രോണോളജി എന്ന് പറഞ്ഞത് നാൾ വഴി തുടർച്ച, അതായത് ഒന്ന് കഴിയുമ്പോൾ എന്ന രീതിയിൽ ഓരോ സംഭവങ്ങൾ നാൾക്ക് നാളെ വഴിയെ നടക്കുക. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് ഈ രീതികൾ, ആർക്കിയോളജിയിലെ കാലപ്പഴക്കം, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വസ്തുവാണ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനുണ്ടാക്കിയ വസ്തുവാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മുടെ ഈ എസ്സേയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡുകളുണ്ട്. എന്താണ് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡുകൾ? ഒന്നല്ല, പലതുണ്ട്. ആർക്കിയോളജിയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു. ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് മെത്തേഡ്. അപ്പൊ അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിൽ ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. എന്താണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്? കാരണം നമുക്കറിയാം, കാർബൺ എന്ന് പറയുന്ന വസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ടല്ലേ. അർദ്ധായുസ്. കാർബൺ 14 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, പ്രകൃതിയിലുള്ള വസ്തുവാണ്. അതിന് 5760 വർഷം കൊണ്ടാണ് അതിന്റെ മാസ് പകുതിയായി ചുരുങ്ങുന്നത്. അപ്പോൾ അതിന്റെ ഒറിജിനലായ കണ്ടന്റ് എത്രയായി ചുരുങ്ങിയിട്ടുണ്ട്, പകുതിയുടെ പകുതിയോ ഒക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള വസ്തുവാണ് അതെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. ഇതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് സാങ്കേതികവിദ്യ. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് ഇൻ ആർക്കിയോളജി. ആർക്കിയോളജിയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിന്റെ പേരാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. ഇറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഇൻ ഓർഗാനിക് മെറ്റീരിയൽസ്. അതായത് ജീവവസ്തുക്കളിൽ ഉള്ള ഓർഗാനിക്, കാരണം ജീവവസ്തുക്കളിൽ എല്ലാം എന്തുണ്ട്? ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ട്, അതായത് കാർബൺ ഉണ്ട്. സച്ച് ആസ് ഫുഡ്, ബോൺ ആൻഡ് ടെക്സ്റ്റൈൽ. ഒരു മരക്കട്ടയോ അല്ലെങ്കിൽ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കളിപ്പാട്ടമോ ഒക്കെ കിട്ടിയാൽ അത് ജീവനുള്ള ഒരു വസ്തു ആയിരുന്നു ഒരു കാലത്ത് ആ മരം. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ അസ്ഥി കിട്ടി, അപ്പോൾ അതും ഒരു കാലത്ത് ജീവനുള്ള ഒരു വസ്തു ആയിരുന്നു. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ, തുണിത്തരങ്ങൾ കിട്ടി. തുണി എന്ന് പറയുന്നത് പരുത്തിയോ അങ്ങനെ എന്തെങ്കിലും നാര് കൊണ്ടുണ്ടാക്കിയതായിരിക്കും, അത് ജീവനുള്ള വസ്തുവാണ്. അപ്പൊ അതിൽ നിന്ന് ദിസ് മെത്തേഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡേറ്റിംഗ് സൈറ്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ് ഫ്രം ദ പാസ്റ്റ് 50,000 ഇയേഴ്സ്. കഴിഞ്ഞ 50,000 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മൾ കണ്ടെത്തിയ വസ്തുക്കളുടെയോ ആർട്ടിഫാക്റ്റുകളുടെയോ അല്ലെങ്കിൽ സൈറ്റുകളുടെയോ ഡേറ്റിംഗ് ഇത് വളരെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന രീതിയാണ്. അത് കഴിഞ്ഞ് യുറേനിയം ലെഡ് ഡേറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തെർമോലുമിനിസൻസ് ഡേറ്റിംഗ് മെത്തേഡ് ഉണ്ട്. ഡെൻഡ്രോക്രോണോളജി ഉണ്ട്. ഇത്രയും അബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡുകൾ കഴിഞ്ഞ് കൺക്ലൂഷൻ പറഞ്ഞാൽ ഈ എസ്സേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന എസ്സേ ആണ്.